Hello everyone, welcome to Delicious Recipes. നല്ലൊരു നാടൻ മീൻ വറുത്തതുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആവോലി മീനാണ് എടുത്തിരിക്കുന്നത്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ സാമ്പാറും ബീൻസ് തോരനും ആവോലി മീൻ വറുത്തതും അച്ചാറുമാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടന് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആവോലി മീൻ വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. സാധാരണ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ മീൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത്. 6 കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മസാല പുരട്ടിയൊന്ന് വെക്കണം. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയ ഈ മസാല ഈ 6 കഷ്ണങ്ങളിലും പാകത്തിനുണ്ട്. ഒട്ടും തന്നെ വേസ്റ്റ് ആയിട്ടില്ല. ഇനി ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കണം. ഏത് മീൻ വറുത്തെടുക്കണമെങ്കിലും ഈ ഒരു മസാല ഉപയോഗിക്കാം. ആവോലി മീൻ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടിയ ശേഷം അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ എടുത്തു വെച്ചിരുന്ന 6 മീൻ കഷ്ണങ്ങളിലും മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലിട്ട് അതൊന്ന് വറുത്തെടുക്കാം. ഈ മീൻ വറുത്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ പാൻ ആയതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകും, ഉള്ളിൽ ശരിക്കും വെന്ത് വരികയില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈ മീൻ വറുത്തതിന്. അപ്പോൾ കറിവേപ്പില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. നല്ലൊരു മണമൊക്കെ ആയിരിക്കും ഈ ഒരു മീൻ വറുത്തതിന്. ഇപ്പോൾ ഇത് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയുള്ള 3 കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ആവോലി മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിനൊപ്പം
സാമ്പാറും ബീൻസും കൂട്ടി ഇത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്